വ്രതപുണ്യത്തിൻ്റെ സാഫല്യം നുകരാനായി 2025 ഫെബ്രുവരി 26 മറ്റൊരു ശിവരാത്രി കൂടി വന്നണയുന്നു. ശിവപ്രീതിക്കായി അനുഷ്ഠിക്കുന്ന 8 വ്രതങ്ങളിലൊന്നാണ് ശിവരാത്രി വ്രതം. മഹാവ്രതം എന്നറിയപ്പെടുന്ന ഈ അനുഷ്ഠാനം വർഷത്തിലൊരിക്കൽ മാത്രമായി നമുക്ക് ലഭിക്കുന്ന പുണ്യമാണ്. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ശിവരാത്രി വ്രതത്തിലൂടെ കുടുംബത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഭക്തിയോടു കൂടിയ വ്രതാനുഷ്ഠാനം അവനവനും ജീവിത പങ്കാളിക്കും ദീർഘായുസ്സുണ്ടാവാൻ ഉത്തമമത്രേ. ദമ്പതികൾ ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് അത്യുത്തമം. മാഘമാസത്തിലെ കുംഭത്തിലെ കൃഷ്ണപക്ഷ ചതുർദശി ദിവസമാണ് ശിവരാത്രി. ചതുർദശി അർദ്ധരാത്രിയിൽ തട്ടുന്ന ദിവസമാണ് വ്രതമായി ആചരിക്കേണ്ടത്. 2 രാത്രികൾക്ക് ചതുർദശി സംബന്ധം വന്നാൽ ആദ്യത്തേതെടുക്കണം. താപസന്മാർക്കും ഗൃഹസ്ഥാശ്രമികൾക്കും വളരെയധികം പ്രാധാന്യമേറിയതാണ് ശിവപ്രീതികരമായ ഈ വ്രതം. ശിവരാത്രിയെക്കുറിച്ച് പൊതുവിൽ അറിയപ്പെടുന്ന ഐതിഹ്യം ഇപ്രകാരമാണ്. പാലാഴി മഥനം നടത്തിയപ്പോൾ രൂപം കൊണ്ട കാളകൂട വിഷം ലോകരക്ഷാർത്ഥം ശ്രീ പരമേശ്വരൻ പാനം ചെയ്തു. ഈ വിഷം ഉള്ളിൽ ചെന്ന് ഭഗവാന് ഹാനികരമാവാതിരിക്കാൻ പാർവതീദേവി അദ്ദേഹത്തിൻ്റെ ഖണ്ഡത്തിൽ മുറുക്കി പിടിക്കുകയും വായിൽ നിന്ന് പുറത്തു പോവാതിരിക്കാൻ ഭഗവാൻ വിഷ്ണു വായ പൊത്തിപ്പിടിക്കുകയും ചെയ്തു. അങ്ങനെ വിഷം ഖണ്ഡത്തിൽ ഉറയ്ക്കുകയും ഭഗവാന് ശ്രീ നീലകണ്ഠൻ എന്ന നാമധേയം ലഭിക്കുകയും ചെയ്തു. ഭഗവാൻ ആപത്തൊന്നും വരാതെ പാർവതീദേവി ഉറക്കം ലച്ചിരുന്ന പ്രാർത്ഥിച്ച ദിവസമാണ് ശിവരാത്രി. ഇനി വ്രതാനുഷ്ഠാനം എങ്ങനെയാണെന്ന് നോക്കാം. തലേന്ന് ഒരിക്കലൂടെ വ്രതം ആരംഭിക്കാം. തലേന്ന് വൈകുന്നേരം അരിയാഹാരം പാടില്ല. ശിവരാത്രി നാളിൽ അതിരാവിലെ ഉണർന്ന് ശരീരശുദ്ധി വരുത്തി ഓം നമഃശിവായ ജപിച്ചു ഭസ്മാധാരണം നടത്തിയ ശേഷം ശിവക്ഷേത്ര ദർശനം നടത്തുക. ശിവരാത്രി ദിനത്തിൽ പൂർണ്ണ ഉപവാസമാണ് അനുഷ്ഠിക്കേണ്ടത്. അതിനു സാധിക്കാത്തവർക്ക് ക്ഷേത്രത്തിൽ നിന്നുള്ള നേദ്യമോ കരിക്കിൻ വെള്ളമോ പഴമോ കഴിക്കാവുന്നതാണ്. അന്നേ ദിവസം ശിവപ്രീതികരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നത് ഉത്തമമാണ്. അതിലേറ്റവും പ്രധാനമാണ് ദാനം. അന്നദാനമാണെങ്കിൽ അത്യുത്തമം. ഭഗവാന്റെ പ്രിയവൃക്ഷമായ കൂവളം നനയ്ക്കുന്നതും ഭക്തിപൂർവ്വം പരിപാലിക്കുന്നതും ശിവപ്രീതികരമാണ്. രാത്രി പൂർണ്ണമായി ഉറക്കമിളച്ചു വേണം ശിവരാത്രി വ്രതം അനുഷ്ഠിക്കാൻ. പിറ്റേന്ന് കുളിച്ച് ക്ഷേത്രത്തിൽ നിന്ന് തീർത്ഥം സേവിച്ച് പാരണമിടാം. ശിവരാത്രി ദിവസം ജപിക്കേണ്ട മന്ത്രങ്ങൾ. അന്നേ ദിവസം കഴിയാവുന്നത്ര തവണ പഞ്ചാക്ഷരി മന്ത്രം, അതായത് ഓം നമഃശിവായ ജപിക്കുന്നത് ഏറ്റവും ശ്രേഷ്ഠം. ശിവപഞ്ചാക്ഷര സ്തോത്രം, ശിവാഷ്ടകം, ശിവസഹസ്രനാമം, ശിവപുരാണ പാരായണം എന്നിവ ഭക്തിപൂർവ്വം ചൊല്ലുക. സൂര്യോദയത്തിന് മുമ്പ് കുളി കഴിഞ്ഞു നിലവിളക്ക് തെളിയിച്ചു ഗായത്രി മന്ത്രം ജപിക്കുന്നതിനോടൊപ്പം ശിവഗായത്രി ജപിക്കുന്നതും നല്ലതാണ്. ഇനി ക്ഷേത്രത്തിൽ സമർപ്പിക്കേണ്ട വഴിപാടുകൾ. ശിവരാത്രി ദിനത്തിൽ സമർപ്പിക്കുന്ന ഏതു വഴിപാടുകളും അതീവ ഫലദായകമാണ്. കൂവളത്തില സമർപ്പണമാണ് ഏറ്റവും പ്രധാനം. ശിവരാത്രിയുടെ അന്നും തലേന്ന് പ്രദോഷത്തിൻ്റെ അന്നും കൂവളത്തില പറിക്കരുത്. മുന്നേ പറിച്ചു വെച്ച് വെള്ളം തളിച്ച് വെച്ച ശേഷം ഭഗവാന് സമർപ്പിക്കണം. കൂവളത്തില വാടിയാലും ഭഗവാന് സമർപ്പിക്കാമെന്നാണ് പറയുന്നത്. ഭഗവാന് കൂവളമാല സമർപ്പിക്കുന്നതും കൂവളത്തില കൊണ്ട് അർച്ചന ചെയ്യുന്നതും അതീവ വിശിഷ്ടമാണ്. പിൻവിളക്ക്, ജലധാര, മറ്റു വഴിപാടുകൾ എന്നിവ യഥാശക്തി നടത്തുന്നതും ശ്രേഷ്ഠകരമാണ്. ആയുർദോഷമുള്ളവർ മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി നടത്തുക. ദാമ്പത്യ ദുരിതദോഷങ്ങൾ അനുഭവിക്കുന്നവർ ഉമാമഹേശ്വര പൂജയോ ഐക്യമത്യ സൂക്താർച്ചനയോ നടത്തുക. വിവാഹ തടസ്സങ്ങൾ മാറാൻ സ്വയംവര പുഷ്പാഞ്ജലി നടത്തുന്നത് നല്ലതാണ്. ശിവരാത്രി ദിനം ശിവക്ഷേത്രത്തിൽ പുരുഷന്മാർ ശയന പ്രദക്ഷിണം നടത്തുകയും സ്ത്രീകൾ അടിവച്ചുള്ള പ്രദക്ഷിണം ചെയ്ത് ഭഗവാനെ നമസ്കരിക്കുന്നതും നല്ലതാണ്. ശിവരാത്രി ദിനത്തിൽ ഭക്തിപൂർവ്വം ശിവക്ഷേത്ര ദർശനം നടത്തിയാൽ നമ്മൾ അറിയാതെ ചെയ്ത പാപങ്ങൾ പോലും നശിക്കുമെന്നാണ് വിശ്വാസം. അന്നേ ദിവസം ബലിതർപ്പണം നടത്തിയാൽ പിതൃക്കളുടെ അനുഗ്രഹവും ലഭിക്കുമെന്ന് പറയപ്പെടുന്നു. ആലുവ, മണപ്പുറം പോലെ പല സ്ഥലങ്ങളിലും അന്നേ ദിവസം ബലിക്രിയ ചെയ്യാനുള്ള സൗകര്യം ഒരുക്കാറുണ്ട്.